ബ്രൂവറിയിൽ CPI ഒപ്പം കൂട്ടാൻ സർക്കാർ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മന്ത്രി MP രാജേഷ് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. വിഷയത്തിൽ CPM പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് ഇപ്പോഴും തുടരുകയാണ്. നിലപാട് സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിക്കും. വിഷയം പ്രത്യേകം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി MP രാജേഷും പറഞ്ഞു. പ്രതികരണം: ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്, പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയുള്ളൂ. 74 ബിയർ പാർലറുകൾ കൂടി അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തകളുണ്ട്. ടൂറിസം മേഖലകളിൽ മാത്രമാണ്. എന്താണ് അതിന്റെ ഒരു? ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. സഭയിലെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി മറുപടി പറയും. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ കമ്പനിയുടെ വിശദീകരണം വന്നു കഴിഞ്ഞു. CPI ഒപ്പം നിർത്താനുള്ള നീക്കമാണ് CPM-ന്റേത്. എനിക്ക് തോന്നുന്നു CPM-ൽ സംസ്ഥാന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ തത്വത്തിൽ എതിർപ്പില്ല. കാരണം ക്യാബിനറ്റ് അംഗീകരിച്ച പദ്ധതിയാണ്. CPI മന്ത്രിമാർ കൂടി ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശിക എതിർപ്പായി മാത്രം ചുരുങ്ങുകയാണോ ഈ വിഷയം, റഹീസ്? എന്ന് തന്നെയാണ് അരുൺ മനസ്സിലാക്കേണ്ടത്. CPI നേതൃത്വത്തെ കൂടി മുഖവിലക്കെടുത്താണ് ബ്രൂവറി വിഷയത്തിൽ CPM-ന്റെ നീക്കങ്ങളെല്ലാം നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. ക്യാബിനറ്റ് യോഗത്തിൽ ഈ ബ്രൂവറി ഫയൽ വരുന്നതിൻ്റെ തലേന്നാണ് ക്യാബിനറ്റ് യോഗത്തിൻ്റെ അജണ്ട തലേന്നാണ് മന്ത്രിമാർക്ക് കിട്ടുക. CPI മന്ത്രിമാരുടെ കയ്യിലും ഈ അജണ്ട കിട്ടി. ആ കിട്ടിയ സമയത്ത് തന്നെ 4 മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തോട് ഇങ്ങനെ ഒരു വിഷയം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നുണ്ട് എന്നറിയിച്ചിരുന്നു. അതിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് മന്ത്രിമാർ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു. എതിർപ്പുയർത്തേണ്ടതില്ല എന്ന മറുപടിയാണ് ബിനോയ് വിശ്വം മന്ത്രിമാർക്ക് നൽകിയത്. അതുകൊണ്ടാണ് MP രാജേഷ് കുറച്ചു മുമ്പ് ഇത് ക്യാബിനറ്റ് അംഗീകരിച്ച തീരുമാനമാണ്, മറ്റാരെയും വെവ്വേറെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ക്യാബിനറ്റിൽ ഒരു എതിർപ്പും CPI മന്ത്രിമാർ ഉയർത്തിയില്ല. പിന്നീട് അതിനുശേഷം വിവാദമായ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച ഏതാണ്ട് ഉച്ചയോടുകൂടി CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറിയെ ബിനോയ് വിശ്വത്തെ MP രാജേഷ് കാണുന്നത്. ഈ വിവാദമായി ഉയർന്ന പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിനോയ് വിശ്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ടായിരുന്നു. അക്കാര്യങ്ങളിലും വ്യക്തത വരുത്തി എന്നാണ് CPI നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിലൊരു പ്രശ്നം, CPIയുടെ ഒരു യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി എതിർപ്പുന്നയിച്ചു. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റിയോട് പോലും ആശയവിനിമയം നടത്താതെയാണ് ഇതിനൊപ്പം CPI പോയത് എന്ന കാര്യം വ്യക്തമാണ്. അരുൺ, ഒരു കാര്യം കൂടി പറയണം. ഓയാസിസ് കമ്പനി ഇന്ന് നൽകിയ വിശദീകരണത്തിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ, എഡിറ്റോറിയൽ ലേഖനത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടിയാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഓയാസിസ് കമ്പനി പറയുന്നതും CPIന്റെ മുഖപത്രമായ ദേശാഭിമാനി പറയുന്നതും ഒരേ കാര്യമാണ്. ശരിയാണ്. അത് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് പറഞ്ഞതും ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുള്ളതും ഒയാസിസ് കമ്പനി നൽകിയ വിശദീകരണവും ഒന്നു തന്നെയാണ്.